നമസ്കാരം. പുതിയ സഭാ അധ്യക്ഷനെ കണ്ടെത്താൻ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. സഭയുടെ പുതിയ അധ്യക്ഷനെയും മെത്രാപ്പോലീത്തയെയും 3 ആഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുത്തേക്കും. നിലവിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ 17 ബിഷപ്പുമാർക്കാണ് വോട്ടവകാശമുള്ളത്. സഭാ സിനഡ് ചേർന്ന് വോട്ടെടുപ്പിലൂടെയായിരിക്കും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. വാഹനാപകടത്തിൽ മരിച്ച സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്തയുടെ ഖബറടക്ക ശുശ്രൂഷ 21-ാം തീയതി തിരുവല്ലയിലെ സഭാസ്ഥാനത്തെ സെന്റ് തോമസ് കത്തീഡ്രലിലാണ് നടക്കുക. ഇതിനായി സഭയിലെ എല്ലാ ബിഷപ്പുമാരും എത്തിച്ചേരും. ഇവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് ഖബറടക്കത്തിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. സഭാ സിനഡിൽ 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്നയാളായിരിക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുക. വോട്ടെടുപ്പ് 2 തവണ നടത്തിയിട്ടും 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ 3-ാം തവണ വോട്ടിട്ട് ഇതിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നയാളെ സഭാ അധ്യക്ഷനാക്കുകയും ചെയ്യും. എന്തായാലും രഹസ്യ ബാലറ്റിലാകും വോട്ടെടുപ്പ് നടക്കുക. അതുകൊണ്ട് തന്നെ എല്ലാം സുതാര്യമായിരിക്കുമെന്നാണ് സഭാ നേതൃത്വവും പറയുന്നത്. സഭയുടെ സീനിയർ ബിഷപ്പ് സാമുവൽ മാർ തെയോഫിലോസിന്റെ നേതൃത്വത്തിലുള്ള 9-അംഗ സമിതിയാണ് ഇപ്പോൾ സഭാ ചുമതലകൾ നിർവഹിക്കുന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്തയുടെ ഭൗതിക ശരീരം തിരുവല്ല സെന്റ് തോമസ് നഗറിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ 20-ാം തീയതി പൊതുദർശനത്തിന് വയ്ക്കും. 21-ന് ഖബറടക്ക ശുശ്രൂഷകൾ സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ നടക്കും. സമയക്രമങ്ങളും മറ്റ് വിശദവിവരങ്ങളും പിന്നീട് അറിയിക്കുമെന്നാണ് സഭാ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ഡാളസിൽ അപകടത്തിൽ മരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമന്റെ ഭൗതിക ശരീരം സഭാസ്ഥാനമായ കുറ്റപ്പുഴയിലെത്തിച്ച് ശുശ്രൂഷകൾ നടത്താൻ എപ്പിസ്കോപ്പൽ കൗൺസിൽ തീരുമാനിച്ചിരുന്നു. മെത്രാപ്പോലീത്തയുടെ ഭൗതിക ശരീരം നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സഭാ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിൽ അറിയിച്ചു. അമേരിക്കയിൽ മൃതദേഹം വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള കാലതാമസമാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിൽ വെച്ച് പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അത്തനേഷ്യസ് യോഹാൻ വിടവാങ്ങിയത്. അത്തനേഷ്യസ് യോഹാനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനാപകടത്തിൽ ഇപ്പോൾ സംശയിക്കാനൊന്നുമില്ലെന്ന് സഭാവൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വാഹനത്തിന്റെ ഡ്രൈവർക്ക് മെത്രാപ്പോലീത്തയുമായി യാതൊരു പ്രശ്നവുമില്ലെന്നാണ് സഭാ നേതൃത്വം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക അപകടമായി അതിനെ വിലയിരുത്തുകയാണ് അവർ. എങ്കിലും അമേരിക്കൻ പോലീസിന്റെ അന്വേഷണത്തിൽ സത്യം തെളിയുമെന്നാണ് പ്രതീക്ഷ. ചികിത്സയ്ക്കിടയിലുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു മെത്രാപ്പോലീത്തയുടെ അന്ത്യം.